ഓക്കെ. സോ അടുത്തതായിട്ട് നമുക്ക് വെക്ടറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം, എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ വെക്ടറിനെ ഞാൻ ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ ഒരു ഡോട്ട്, ഒരു പോയിൻ്റ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പം നമുക്ക് അതുപോലത്തെ ഒരു കേസ് തന്നെ എടുക്കാം. സപ്പോസ് എൻ്റെ വെക്ടർ എ എന്ന് പറയുന്നത് ലൈക്ക് 4 and 10 ആണെന്നിരിക്കട്ടെ. സോ ഞാൻ ഇതുപോലെ തന്നെ ഈ വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാനതിനെ മാർക്ക് ചെയ്യുവാണ്. സോ ഇതെൻ്റെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആൻഡ് ദിസ് ഈസ് മൈ വൈ കോർഡിനേറ്റ്. രണ്ട് ഡയമെൻഷനാണുള്ളത്. സോ ഇവിടെ മാർക്ക് ചെയ്യണോ 2 3. സോ ദിസ് ഈസ് 1 2 3 4. ഇത് നമ്മൾ 1 2 3 4 5 6 7 8 9 10. സോ ദിസ് ഈസ് 10th പൊസിഷൻ. സോ ഇത് രണ്ടും മാച്ച് ചെയ്ത് വരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ ഇതിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. സോ ഈ ഫസ്റ്റ് പോയിൻ്റ്, നമ്മളിവിടെ മാർക്ക് ചെയ്ത ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ 0 0 പോയിൻ്റ് എന്ന് പറയാം. ഇതിനെ നമുക്ക് ലൈക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ 4 10 എന്ന് പറയുന്ന പോയിൻ്റായിട്ടും പറയാം. ഓക്കെ. സോ ഇനി ഞാൻ ഇതിലൊരു കാര്യം ചെയ്യുവാണ്. നമ്മളിപ്പോൾ വരച്ച ഈ ഒരു വെക്ടറിനെ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അതിനെ കോപ്പി ചെയ്തിട്ട് അതിനൊരു കോപ്പി ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അതിനെ ഒരു എക്സ് ആക്സിസിൽ 1 2 3 യൂണിറ്റ്സ് എക്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ. സോ നൗ എനിക്കൊരു പുതിയ വെക്ടർ കിട്ടി. ഇനി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഇതിനെ ഞാൻ എ ന്യൂ എന്ന് വിളിക്കുവാണേ. സോ ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ എ അണ്ടർസ്കോർ ലൈക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എ ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ. സോ ഇതിലിനി എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വെക്ടർ എ എന്ന് പറയുന്നതും വെക്ടർ എ ന്യൂ എന്ന് പറയുന്നതും സെയിം തന്നെയാണോ എന്നാണ്. ഓക്കെ. സോ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കുക, ഇത് സെയിം തന്നെയാണോ അല്ലയോ എന്നുള്ളത്, യെസ് ഓർ നോ എന്നുള്ളത്. സോ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇതിന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡുമുള്ള ഒരു വെക്ടറാണ്. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ആംഗിൾ, അല്ലെങ്കിൽ ഈ ഒരു വെക്ടർ സ്പേസിൽ അല്ലെങ്കിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു അബ്സ്ട്രാക്ട് സെൻസിൽ തന്നെയാണ് അത് വരുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന എയുടെയും എ ന്യൂവിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ആക്ച്വലി സെയിം ലെങ്ത് ആണ്. നമ്മൾ അതിനെ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് കൊണ്ട് വെച്ചാൽ ഓവർലാപ്പിംഗ് ആണ്, സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ ആംഗിൾ വൈസ് നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ സെയിം ആംഗിളാണ് വരുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഇത് രണ്ടും സെയിം ആണോ എന്നുള്ളതാണ്. ഓക്കെ. സോ നിങ്ങൾ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള രീതിയിൽ സെയിം ആണ് അല്ലെങ്കിൽ സെയിം അല്ല എന്നുള്ളൊരു ആൻസറിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആക്ച്വലി ഈ രണ്ട് വെക്ടേഴ്സും സെയിം തന്നെയാണ്. ആസ് പെർ വെക്ടറിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇത് എ ന്യൂ അല്ല, ആക്ച്വലി ഇത് വെക്ടർ എ തന്നെയാണ്. ഓക്കെ. സോ ഈ ഒരു ആശയം നമ്മൾ ഈ ഒരു രീതി തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ അൽഗോരിതംസിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആവശ്യം വരാം. സോ ഇത് എ ഈസ് ഇറ്റ് സെൽഫ്, എ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു പൊസിഷനിൽ മാത്രമല്ലല്ലോ ഈ ഒരു വെക്ടർ എനെ കൊണ്ട് വെക്കാൻ പറ്റുന്നത്, എനിക്കിത് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ. സോ ലൈക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു 1 യൂണിറ്റ് 3 യൂണിറ്റ്സ് നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോയി, അതുപോലെ തന്നെ വേണമെങ്കിൽ 2 3 യൂണിറ്റ്സ് മുകളിലോട്ടും കൊണ്ടുപോകാം. അതല്ല എത്ര വേണമെങ്കിലും ഇവിടെ ഈ ഒരു സ്പേസിൽ എവിടെ വേണമെങ്കിലും എനിക്കിതിനെ കൊണ്ടുവെക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വാലിഡ് ആയിട്ടുള്ള വെക്ടർ എ തന്നെയാണ്. സോ വെക്ടർ എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എവിടെ മാർക്ക് ചെയ്താലും ഈ ഒരു ലെങ്തും ഈ ഒരു ആംഗിളും ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിൽ വെക്ടർ എ. ഓക്കെ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെക്ടറിൻ്റെ ഡെഫിനിഷനെ ഒന്നുകൂടെ ക്ലിയറായിട്ട് പുനർനിർവചിക്കേണ്ടി വരും. കാരണം ഇതൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ കെട്ടിയിട്ട പോലെ ഒരു സ്ഥലത്ത് ടൈ ഡൗൺ ആയിട്ടുള്ളൊരു സംഭവമല്ല. ഓക്കെ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ വെക്ടർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് എ പുഷ് ഓർ ഫോഴ്സ് ഇൻ എ സേർട്ടൺ ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ എവിടെ വെച്ചാലും ഇറ്റ് സെയിം വെക്ടർ എ തന്നെയാണ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഇത് ഏത് ആംഗിൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ എഗെയിൻ ഡയറക്ഷൻ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് സെൻസിലാണ്. എഗെയിൻ ഞാനത് വീണ്ടും എടുത്തു പറയുന്നു.
നമ്മൾ 2Dയിൽ പറയുമ്പോൾ നമുക്കിങ്ങനെ ആംഗിൾ എന്നൊക്കെ പറയാൻ പറ്റും. ബട്ട് n ഡയമെൻഷൻ സ്പേസിലൊക്കെ പറയുമ്പോൾ നമുക്ക് ആംഗിൾ അങ്ങനെ ഒരു രീതിയിൽ പറയാൻ പറ്റില്ല. ദെൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ആണ്, പുഷിൻ്റെ സ്ട്രെങ്തിനെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളൊരു കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ ആ വിൻഡ് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട്. ബട്ട് എല്ലായിടത്തും നമുക്കത് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഫോഴ്സിലും ഈ ഒരു ആംഗിളിലുമാണ് നമുക്കത് കിട്ടുന്നത്, അല്ലേ? സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ വെക്റ്റർ എന്ന് പറയുന്ന കാര്യവും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കണം. അതായത് ഒരു ഡയറക്ഷൻ, ഒരു പുഷ് ഓർ ഫോഴ്സ് ഇൻ എ സർട്ടൻ ഡയറക്ഷൻ വിത്ത് സം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് കൂടും, അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് കൂടും. ഈ ഒരു ലൈനിൻ്റെ കുറയുന്നതനുസരിച്ച് അത് ലെങ്ത് കുറയും. ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം, അതായത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആവാം. സോ വെക്റ്ററിൻ്റെ ഈ ഒരു കൺസെപ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ടൈ ഡൗൺ ടു എ സർട്ടൻ പോയിൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ യൂസ് കേസ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അങ്ങനത്തെ അൽഗോരിതംസ് വരുമ്പം ഇതിൻ്റെ യൂസ് കേസ് എന്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് പിന്നീട് അത് ക്ലിയർ ആവും. ബട്ട് റൈറ്റ് നൗ ഈ ഒരു ഐഡിയ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്.